നല്ല ചെമ്മീൻ കിട്ടുന്നപ്പോ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ കറി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: സവാള ഒന്നെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, പിന്നെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. കൊടംപുളി വേണമെങ്കിൽ നിങ്ങൾ കൊടംപുളി എടുക്കാം. പിന്നെ ഇഞ്ചി ചതച്ചായിട്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കായ നമ്മൾ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ ഈ ഒരു കനത്തില് ചെമ്മീൻ കൂട്ടാനിലേക്ക് ഈ ഒരു കനത്തിൽ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കറിവേപ്പില. ഞാൻ പൊട്ടിച്ചപ്പോൾ കുറച്ച് കൂടുതൽ പൊട്ടിച്ചു എന്നുള്ള കാര്യത്തിൻ്റെ ഇതിൻ്റെ 2-3 ഇതിൽ ഇല മതിയാണ്. പിന്നെ വേണ്ടതാണ് ഈ സാധനം. ഇത് നാളികേരമാണ്, നാളികേരപ്പൊടിയാണ് കേട്ടോ. നാളികേരപ്പൊടി ഞാൻ നാളികേരം പാലിന് ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം അരച്ച് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. ചെമ്മീനുണ്ട്, ഇനി ഇത് പെട്ടെന്ന് നന്നാക്കി എടുക്കാവേ. അപ്പോൾ നമ്മൾ വേഗം നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തല നമ്മൾ കാണിക്കാം, അതും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ചേരുവകൾ നോക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളെല്ലാം കൂടി ഇട്ട് വാർത്തിട്ട് അതാണ് ഫസ്റ്റ് ഇട്ടേക്കുന്നത്. പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് ഇട്ട് കൊടുക്കുക, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് മതി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അതിന് മേലെ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഭയങ്കരമായിട്ട് കത്തി പിടിക്കേണ്ട, അടി കരിഞ്ഞു കേട്ടോ. അപ്പോൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പുളിക്ക് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വാളംപുളി, അത് വെള്ളത്തിൽ ഇട്ടിട്ട് കുറുക്കി എടുത്തിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വറ്റി വന്നതിന് ശേഷം നമ്മൾ ആദ്യം നാളികേരം പാല് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല, അത് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒരേ ഒരു തള ഇതേപോലെ വരാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വറക്കാനുള്ള പരിപാടി നോക്കാം. അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ കോൺഫ്ലവർ പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെമ്മീനൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ കിട്ടില്ല കേട്ടോ. പുതിയാണ്, എല്ലാവർക്കും പുതിയാണ്. അപ്പം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ പണ്ട് ഈ ഞാൻ നേരത്തെ കാണിച്ച വെച്ച തലയുണ്ടല്ലോ, ആ തലയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ വറുക്കും കേട്ടോ. അമ്മമാർക്ക് ചിലപ്പോൾ കിട്ടാറൊന്നുമില്ലേ. അപ്പോൾ ഈ സംഭവം കിട്ടി കഴിഞ്ഞാൽ പിള്ളേരുകളൊക്കെ തിന്നേർക്കും, അമ്മമാർക്ക് കിട്ടില്ല. അപ്പോൾ പണ്ട് എൻ്റെ അമ്മ ചെയ്തിരുന്ന കാര്യമാണ് കേട്ടത്. അമ്മ ഇത് ചെയ്ത പോലെ തന്നെ തല ഇതേപോലെ വറുത്തിട്ട് അമ്മയ്ക്ക് സെപ്പറേറ്റ് അമ്മ കഴിക്കും. ഇതൊക്കെ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഓർമ്മ വരാണ്. അപ്പം ഞാനും ഇപ്പം അങ്ങനെ തന്നെ ചെയ്ത് നോക്കാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാണത്തിന് പിന്നെ അധികം കഴിക്കാൻ പറ്റാൻ നമുക്ക് വയറിന് വേദന കയറിട്ട് എനിക്ക് പറ്റാറില്ല. ശരിക്കും വയറുവേദന വരും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ചട്ടി വറുത്തെടുക്കണത് ഓർമ്മ ഉണ്ടാവും. പിന്നെ സാധനം കാണിക്കാം. അപ്പോൾ ഇനി കുറച്ച് സവോളയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റായിട്ടോ.